അതായത് ഒരു ഡോക്കിംഗ് പ്രക്രിയ ആരംഭിച്ചിട്ടിപ്പോൾ 1.5 മണിക്കൂറോളം ആകുകയാണ്. കാരണം രണ്ട് അതായത് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെയും അതുപോലെ തന്നെ ശുഭാംശു ശുക്ല സഞ്ചരിച്ചെത്തിയിരിക്കുന്ന പേടകത്തിലെയും മർദ്ദം ക്രമീകരിച്ചതിന് ശേഷം മാത്രമേ ഇരു നിലയത്തിലെയും പേടകത്തിലെയും വാതിലുകൾ തുറക്കാൻ പറ്റുകയുള്ളൂ. അത് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലുള്ള സഞ്ചാരികൾ 3 പേർ ഇപ്പോൾ നിലയത്തിന്റെ മർദ്ദം ക്രമീകരിച്ചതിന് ശേഷം ആദ്യ വാതിൽ തുറന്നിട്ടുണ്ട്. ഇനി അടുത്ത പ്രധാനപ്പെട്ട വാതിൽ തുറന്നതിന് ശേഷമായിരിക്കും അത് ലോക്ക് ചെയ്ത ഭാഗത്ത് ഉള്ള വാതിൽ തുറന്നു കഴിയുമ്പോൾ ഏതാണ്ട് ഒരു 6 മണിയോടുകൂടി ശുഭാംശു ശുക്ലയും സംഘവും അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് പ്രവേശിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതൊരു വലിയ സ്വീകരണമായിരിക്കും. കാരണം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് എത്തുന്ന പുതിയ അതിഥികളെ സ്വീകരിക്കുന്നത് വളരെ കൗതുകരമായ ഒരു കാഴ്ചയാണ്. കാരണം പരസ്പരം ആശ്ലേഷിച്ചുകൊണ്ട് ഹസ്തദാനം നടത്തിക്കൊണ്ടും സീറോ ഗ്രാവിറ്റി നടത്തുന്ന ഒരു വലിയ സ്വീകരണ പരിപാടിയായിരിക്കും. അത് വളരെ രസകരമായ ഒരു സംഭവം കൂടിയായിരിക്കും. എന്തായാലും ശുഭാംശു ശുക്ലയെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു ഇന്ത്യക്കാരൻ ആദ്യമായിട്ട് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ എത്തുന്നു. അതുപോലെ തന്നെ 41 വർഷത്തിന് ശേഷം ബഹിരാകാശത്തെത്തുന്ന ആദ്യ ഇന്ത്യക്കാരനാണ്. ബഹിരാകാശ നിലയത്തിലെത്തുന്ന ആദ്യത്തെ ഇന്ത്യക്കാരൻ കൂടിയാവുകയാണ്. എന്തായാലും 14 ദിവസം വിവിധ പരീക്ഷണങ്ങളിൽ ഈ സംഘം ഏർപ്പെടും. പ്രധാനപ്പെട്ട ISROയുടെ 7 പരീക്ഷണങ്ങൾ ചെയ്തു തീർക്കേണ്ട സമയമാണ് ശുഭാംശു ശുക്ലയെ സംബന്ധിച്ചോളം ഈ 12 ദിവസം. 12 ദിവസത്തിന് ശേഷം ഇവർ വീണ്ടും പേടകത്തിൽ ഭൂമിയിലേക്ക് മടങ്ങും. ഈ പ്രധാനപ്പെട്ട ഈ പരീക്ഷണങ്ങൾ അതേതൊക്കെയാണ്? ഇതൊക്കെ 60ഓളം പരീക്ഷണങ്ങളാണ് ഈ സംഘം നടത്തുന്നത്. അതിൽ 7 പരീക്ഷണങ്ങളാണ് ശുഭാംശു ശുക്ലയെ സംബന്ധിച്ചിടത്തോളം ചെയ്തു തീർക്കാനുള്ളത്. പ്രധാനമായിട്ടും ശുഭാംശു ശുക്ല കേരള കാർഷിക സർവകലാശാലയിൽ നിന്നുള്ള 7ഓളം വിത്തുകൾ, 10 വിവിധ ഇനം വിത്തുകൾ, നെല്ല്, തക്കാളി, അതുപോലെയുള്ള 10 ഇനം വിത്തുകൾ കൊണ്ടുപോകുന്നുണ്ട്. ഈ വിത്തുകൾ സീറോ ഗ്രാവിറ്റിയിൽ എങ്ങനെ സൂക്ഷിച്ച ശേഷം മടക്കിക്കൊണ്ടുവന്ന് കാർഷിക സർവകലാശാല തന്നെ ഇത് കിളിപ്പിക്കും, കൃഷി ചെയ്യും. കൃഷി ചെയ്തിട്ട് ഇതിന്റെ വിളവ് പരിശോധിക്കും. ഇതിന്റെ പ്രതിരോധ ശേഷി വർദ്ധിച്ചിട്ടുണ്ടോ, ഇതിന്റെ വിളവ് വേറിയിട്ടുണ്ടോ, ഉൽപാദനം വർദ്ധിച്ചിട്ടുണ്ടോ എന്നുള്ള പരീക്ഷണമാണ് പ്രധാനമായിട്ടും നടത്തുന്നത്. അതുപോലെ തന്നെ സീറോ ഗ്രാവിറ്റിയിൽ മനുഷ്യ ശരീരത്തിലുണ്ടാകുന്ന മാറ്റം, ഭക്ഷണം, മൈക്രോ ഗ്രാവിറ്റിയിലെ ശരീരത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ, അതുപോലെ തന്നെ നാവിഗേഷൻ, നെറ്റ്വർക്ക്, ആശയവിനിമയം, പിന്നെ തകരാറുകൾ പരിഹരിക്കാനുള്ള കാര്യങ്ങൾ, ഇതൊക്കെ ഒരു പരിശീലനം ലഭിക്കത്തക്ക രീതിയിലുള്ള ഒരു അതായത് പഠന യാത്രയാണ് ശുഭാംശു ശുക്ലയെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. അത് ഏറ്റവും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ISROയെ സംബന്ധിച്ചിടത്തോളം നിർണായകമായ ഒരു യാത്രയാണിത്. ഇത് ഭാവി ബഹിരാകാശ ദൗത്യങ്ങൾക്ക് നമ്മുടെ ഭാവി ബഹിരാകാശ ദൗത്യങ്ങൾക്കുള്ള ഒരു പരീക്ഷണ യാത്ര കൂടി, ഒരു പഠന യാത്രയാണ് യഥാർത്ഥത്തിൽ ശുഭാംശു ശുക്ലയുടെ ഈ യാത്ര. ഏതാണ്ട് 550 കോടി രൂപ മുടക്കിയാണ് നമ്മൾ ഈ യാത്രയ്ക്ക് വേണ്ടി ചെലവ് ചെയ്യുന്നത്. ഒരാളുടെ യാത്രയ്ക്ക് വേണ്ടി ടിക്കറ്റ് എടുത്തു പോകുന്ന പോലെ തന്നെ. പക്ഷെ ഇത് നമ്മളുടെ വരാൻ പോകുന്ന പ്രധാനപ്പെട്ട ദൗത്യമാണ്. നമ്മൾ ഗഗൻയാൻ ദൗത്യത്തിൽ ഈ പ്രധാന പാത്ത് വഹിക്കുന്ന ഒരാളാണ് ശുഭാംശു ശുക്ല. നമ്മൾ 3ഓളം ബഹിരാകാശ സഞ്ചാരികളെ ലോ എർത്ത് ഓർബിറ്റിലേക്ക് അയച്ചിട്ട് ഒരാഴ്ചയോളം ഭൂമിയെ ചുറ്റി പരീക്ഷണങ്ങൾ നടത്തുക. അതിനുശേഷം നമ്മളും ഒരു ബഹിരാകാശ നിലയം, ISRO നേതൃത്വത്തിൽ ഒരു ബഹിരാകാശ നിലയം സ്ഥാപിക്കാൻ പോവുകയാണ്. അപ്പോൾ ആ ബഹിരാകാശ നിലയത്തിൽ നടത്തേണ്ട കാര്യങ്ങൾ, അതിനു മുന്നോടിയായിട്ടുള്ള ഒരു പഠനയാത്ര എന്ന് പറയാം. വീണ്ടും നമ്മുടെ സ്വന്തം പേടകത്തിൽ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് ആളുകളെ കൊണ്ടുപോകുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ ആരംഭിക്കുന്നു. അപ്പോൾ അതിനെല്ലാമുള്ള ഒരു പഠനയാത്രയായിട്ട് ഇതിനെ കാണണം. ഇത് ഏറ്റവും ISRO സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായ ഒരു യാത്രയാണ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.